ഇപ്പോഴും കാർത്തിക്കിന്റെ താലിക്ക് വേണ്ടി മീനാക്ഷിയും മൈഥിലിയും തമ്മില് അടിപിടിയാണല്ലോ. എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് സംസാരിക്കണം മാഡം. ഇപ്പൊ അധികാരം ഉണ്ടെന്ന് കരുതി എന്തോ ആർക്കും നേരെ വിളിച്ചു പറയാന്ന് കരുതണ്ട. നിങ്ങൾക്ക് മുന്നേ പോലീസ് സർവീസിൽ കയറിയവനാണ് ഞാൻ. ഈ കാക്കക്കുപ്പായി ഇട്ടപ്പോ ഈ കുട്ടിക്കെന്തോ മതിഭ്രമം ബാധിച്ച പോലെ. മാഡം, തെറ്റ് ചെയ്തവരാരായാലും അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. അതേ അഭിപ്രായമുള്ളവരാ ചെമ്പകമംഗലത്തെ എല്ലാവരും. നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്തു നിന്ന് പോരാടി പൊന്നുതമ്പരാന്റെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിയവരാ ചെമ്പകമംഗലത്തെ കാരണവന്മാർ. പട്ടും വളയും മാത്രമല്ല, ആദരവായി അവർ നൽകിയതാണ് ആ ഉടവാൾ. ഗുരുകാരണവന്മാർ മാത്രമല്ല, ഇളം തലമുറ വരെ സത്യത്തിന് വേണ്ടി പോരാടി മരിക്കാൻ തയ്യാറായവരാണ്. നിങ്ങൾക്ക് എന്ത് അന്വേഷണം വേണമെങ്കിലും ആകാം, ഞങ്ങൾ ആരും എതിർക്കില്ല. ഹിസ് ഹൈനസ് ജനാർദ്ദന കൈമൾ അല്ലേ? പരിഹസിക്കല്ലേ കൊച്ചേ. 65 കർക്കടവും ഇടവപ്പാതയും മീനച്ചൂടും കണ്ടു കഴിഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത്. മഹായുദ്ധം കണ്ടവനെ പാട്ടകൊട്ടി പേടിപ്പിക്കില്ലേ? മിസ്റ്റർ ജനാർദ്ദന കൈമൾ, ACP, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം. പ്രതിയെ പറ്റി സംശയമല്ല, വ്യക്തമായ ധാരണയോടെയാണ് സഹീറ IPS ഇവിടെ നിൽക്കുന്നത്. ആളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. കുറ്റവാളിയാണെങ്കിൽ പ്രതിയെ കൊണ്ടുപോവുക തന്നെ വേണം സഹീറ. കുറ്റവാളിയാണെങ്കിൽ മാത്രം. വ്യക്തിവൈരാഗ്യം വച്ചുള്ള കളിയൊന്നും ഇവിടെ നടക്കില്ല. അതിന് മതിയായ തെളിവുകൾ വേണം. ഈ കോൺഫിഡൻസിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ കുറ്റവാളിയെ കയ്യാമ്മം വെച്ച് കുലസ്ത്രീകൾ വാഴുന്ന ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോഴും ഈ ആത്മവിശ്വാസവും പുഞ്ചിരിയും ഈ മുഖത്ത് തന്നെ ഉണ്ടാവണം. എന്താ സംശയം? ഉണ്ടാവും. നിങ്ങൾ കുലസ്ത്രീകൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചില്ലേ? അതെ, ഞങ്ങൾ കുലസ്ത്രീകൾ തന്നെയാ. ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാ ഞങ്ങളുടെ ആപ്തവാക്യം. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഭാരതീയന്റെ ആപ്തവാക്യം. സോ എനിക്കാദ്യം സാവിത്രിയുടെ റൂം ഒന്ന് പരിശോധിക്കണം. അതെന്തിനാ? മനസ്സിലായില്ലേ? സസ്പെൻഷനിലായ ACPയുടെ അമ്മയുടെ ബെഡ്റൂം. Come on, search. യെസ് മാഡം. നിങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിക്കുന്നതിന് പകരം ആ മൈഥിലിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ. വാൾ അവിടെ കാണും. ഇതൊന്നും അന്വേഷണം അല്ലല്ലോ, അപമാനിക്കലല്ലേ. ആ, നടക്കട്ടെ. ഈ സാവിത്രി ഇത്ര പേടിക്കുന്ന എന്തിനാ? എന്നാ മാന്തി നോക്കും മാഡം, ചിലപ്പോ കണ്ടേക്കും.
മൈഥിലി 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 അയ്യോ മൈഥിലി 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 അയ്യോ ദൈവമേ മൈഥിലി രക്ഷപ്പെടാം മൈഥിലി എഴുന്നേക്ക് ഇത് കാർത്തിമോന്റെ മുറിയാണ് മാഡം. ഈ കാർത്തിമോൻ എന്ന് വെച്ചാൽ മക്കളെ അമ്മമാര് വിളിക്കാറ് മോനെന്നാണ് മാഡം. ഇനി മാഡത്തിന്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. വരട്ടാതെ പെങ്കൊച്ചെ. ഇത് ACP കാർത്തിക്കിന്റെ മുറിയാണെന്നാണ് നന്ദിനി പറഞ്ഞത്. സോ വാട്ട്? സസ്പെൻഷനിൽ നിൽക്കുന്ന ACPയുടെ റൂമിന് എന്താ കൊമ്പുണ്ടോ? സസ്പെൻഷനിലാകാത്ത ACP മാഡത്തിനും കൊമ്പൊന്നുമില്ലല്ലോ. ഞങ്ങളോട് തട്ടിക്കയറാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തിട്ട് പോവാൻ നോക്ക് മാഡം. ഞങ്ങൾക്കൊത്തിരി പണിയുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പോലീസ് എന്നോ മന്ത്രി എന്നോ ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം മാഡം. ഇതൊന്നും പുതിയ അറിവൊന്നുമല്ലല്ലോ. എന്നാലും മാഡം പരിശോധിക്കട്ടെ, എന്താ കിട്ടുന്നതെന്ന് അറിയണമല്ലോ. അതെ, നമുക്ക് നോക്കാം. നല്ല തങ്കം പോലത്തെ കുഞ്ഞ്. ഇതിനെ കണ്ടിട്ടാണ് കൊടുക്കാനും തോന്നില്ല. ഡാടാ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. കുഞ്ഞിനെ തിരികെ കൊടുത്താ നമ്മൾ പറയുന്ന കാശാ അവൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ആളത്ര വെടിപ്പുള്ള കേസൊന്നും അല്ല. വേലയിറക്കിയാലേ നമ്മുടെ തനിക്കോണം അവൻ അറിയും. അവന്റെ 2 കാലും തല്ലി ഓടിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് നമ്മളിങ്ങ് പോരും. ഇത് കണ്ടോ? ഇതെന്താന്നറിയാമോ?
രത്നങ്ങൾ. അമൂല്യമായ രത്നങ്ങൾ. ഇതൊക്കെ പണ്ട് രാജകൊട്ടാരങ്ങളിലെ അമൂല്യ സമ്പത്തുകളായിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? അതും ഇത്രയും വിലമതിപ്പുള്ള ഈ രത്നങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് അലമാരയിൽ വെച്ചിരിക്കുന്നു. ഇത് പടക്കുറുപ്പന്മാർക്ക് മഹാരാജാവ് തന്ന ആ ഉടവാളിൽ പതിച്ചിരുന്ന രത്നങ്ങളല്ലേ? അല്ലേ? ഈ രത്നങ്ങൾ ആ വാളിൽ ഉണ്ടായിരുന്നതല്ലേ? Am I right? ഇതൊന്നും വലിയ കണ്ടെത്തലല്ലോ മാഡം. അത് വാള് മോഷ്ടിച്ച ശേഷം മൈഥിലി വന്ന് കിടന്നത് ഈ മുറിയില്ല. അവള് കൊണ്ടുവച്ചതായിരിക്കും. ഓഹോ, അത് ശരി. അപ്പൊ ഈ പഴയ ACP അന്തി ഉറങ്ങിയിരുന്നത് 2 ഭാര്യമാരോടൊപ്പം ആയിരുന്നല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. മര്യാദകേട് സംസാരിക്കരുത്. നിങ്ങൾ പറയുന്ന എന്ത് വൃത്തികേടും ഞാൻ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇതൊക്കെ പ്ലാനിങ്ങാ. ശരി, വാളിവിടെ കാണാത്ത സ്ഥിതിക്ക് ഇത് മൈഥിലിയുടെ പ്ലാനാണെന്ന് തന്നെ നമുക്ക് കരുതാം. അതങ്ങനെ നിൽക്കട്ടെ. മീനാക്ഷിയെ കണ്ടെത്തിയേ പറ്റൂ. മീനാക്ഷിയെ ചോദ്യം ചെയ്യണം. മീനാക്ഷിയുടെ നമ്പർ എത്രയാ? മീനാക്ഷിയുടെ നമ്പർ 9846. ഓഹോ, മീനാക്ഷി ഫോണ് കൊണ്ടുപോയിട്ടില്ലല്ലേ? അത് ഫോണ് ഇതിന്റെ ലോക്കൊന്ന് അഴിക്കണമല്ലോ. മാഡം, ഈ തരൂ. മീനാക്ഷി നിരപരാധിയാണത്രേ. വാള് മോഷ്ടിച്ചത് മൈഥിലിയാണ് പോലും. ഹൗ ടു സെൽ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് ഇൻ ഇന്റർനാഷണൽ വേസ്, ബാങ്കിംഗ് ഡീറ്റെയിൽസ്. ഇതൊക്കെ ഈ ഫോണിൽ സെർച്ച് ചെയ്തത് മൈഥിലിയാണോ? എന്താ ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ലേ? നിരോധിത വസ്തുക്കൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെ വിറ്റഴിക്കാമെന്നും ബ്ലാക്ക് മാർക്കറ്റിലൂടെ അത് എങ്ങനെ സുരക്ഷിതമായി പുറത്തെത്തിക്കാമെന്നും നെറ്റിൽ സെർച്ച് ചെയ്തിരിക്കുന്നു. പല അണ്ടർവേൾഡ് ബിസിനസ്സുകാരെയും ഇതിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം മീനാക്ഷിയുടെ ഫോണിൽ ചെയ്തത് മൈഥിലിയാണോ? മീനാക്ഷി ഇപ്പൊ എവിടെയുണ്ട്? മീനാക്ഷി മിസ്സിംഗ് ആണ്. ഓക്കെ, ഞാൻ കണ്ടെത്തിക്കോളാം. ഹലോ സർ, ACP സഹീറയാണ്. പറയൂ സഹീറ. സർ, ഞാൻ ആ ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം എന്റെ ഫസ്റ്റ് കേസാണ്. സാറിന്റെ അനുഗ്രഹം വേണം. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ. ഇതിനു മുമ്പിരുന്ന ACP കേസ് അന്വേഷിക്കാൻ പോയിട്ട് ചെയ്തു കൂട്ടിയ കോലാഹലമൊന്നും ചെറുതല്ല. മീഡിയക്കാരെടുത്തിട്ട് ചെണ്ട കൊട്ടുകയായിരുന്നു. കാർത്തിക്കിന്റെ കസേര തെറിച്ചത് ഈ കേസില്. ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കി വെക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അങ്ങനെ പേടിക്കുന്ന ആളല്ല സർ സഹീറ തങ്ങൾ. യഥാർത്ഥ പ്രതിയെ തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ. മൈഥിലി, മൈഥിലി, മൈഥിലി എഴുന്നേക്ക്. മൈഥിലി, മൈഥിലി, മൈഥിലി എഴുന്നേക്ക്. മൈഥിലി, മൈഥിലി. ഹലോ, മാഡം, ടൗൺ സ്റ്റേഷനിൽ നിന്ന് CA സംസാരിക്കുന്നത്. പറയൂ ഇൻസ്പെക്ടർ. ആണോ? എവിടെ വെച്ച്? ഒരു സ്വർണ്ണക്കടയെന്ന കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. മാഡം ഉടനെ തന്നെ വരണം. ആരാ പരാതിക്കാരൻ? അത് ആ സ്വർണ്ണക്കടക്കാരൻ തന്നെയാ. ഓക്കെ, ഞാനിപ്പോ വരാം. ഡ്രൈവർ, വണ്ടി തിരിക്കെ. വൈശാഖ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാൾ കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. അവനെ കൊല്ലാതെ വിട്ടത് എന്റെയും ഇന്ദ്രജയുടെയും മര്യാദ. പോട്ടെ, ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഉടവാള് അനന്തഗോപൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങൾ എന്തിനറിയണം? ഞാൻ നിങ്ങളെ എത്തിച്ച വാളവിടെ. അതെനിക്കിപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ അതിന്റെ തുകയെങ്കിലും കിട്ടണം. അത് എന്റെ കയ്യിൽ നിന്നല്ല നഷ്ടപ്പെട്ടതെന്ന് മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? മുട്ടാപ്പോക്കും മുടന്തൻ രായവും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ ദേവരാജ, അതൊക്കെ അങ്ങ് മാറുനാട്ടി മതി. കേരളത്തിൽ ചെലവാവില്ല, പറഞ്ഞേക്കാം. ചെലവാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയാ. എന്നെ കൊണ്ട് ഏൽപ്പിച്ച വാള് നിങ്ങൾക്ക് എവിടുന്ന് ആര് തന്നു? പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? സത്യം പറഞ്ഞാല് നിനക്ക് ഈ ചന്ദ്രഗിരി ദേവരാജനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടുമില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്ത? ഭീഷണിയല്ല, സത്യം പറഞ്ഞതാ. ആ വാള് നിനക്കാര് തന്നുവെന്ന് നീ എന്നോട് തുറന്നു പറയണം. പറയിപ്പിച്ചിട്ടേ ഞാൻ നിന്നെ വിടൂ. പറയണം. നീ പറഞ്ഞില്ലെങ്കിലേ ഇന്ന് നീ നിന്റെ വീട്ടിലെത്തില്ല. ഒരു ദുർമരണത്തില് നിന്റെ കഥ തീരും. ഇന്ന് രാത്രിയില് നീ മോർച്ചറിയിൽ വിശ്രമിക്കും. മനസ്സിലായോ? കാറിൽ വീട്ടിലേക്ക് പോകുന്ന നിന്റെ ജീവൻ എടുക്കാൻ വഴിവെക്കലൊരു ട്രക്ക് കാത്തു നിൽപ്പുണ്ടാവും. എന്നെ കൊണ്ട് അങ്ങനെ ഒരു പാപം ചെയ്യിക്കല്ലടോ അനന്തഗോപ. ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം തനിക്കുമില്ലേടോ? എന്തിനാടോ അവരെ വെറുതെ അനാഥരാക്കുന്നത്? ഇനി പറയ, ആ വാൾ എവിടുന്ന് കിട്ടി? സാവിത്രി. എനിക്ക് ആ വാള് തന്നത് ചെമ്പകമംഗലത്തെ സാവിത്രിയാ. അത് ശരി. അപ്പോ അവിടെ അങ്ങനെ ഒരു പ്ലേ നടക്കുന്നുണ്ടല്ലേ?
ഇവളാണല്ലേ കക്ഷി? അതെ മാഡം. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല മാഡം, എന്നെ രക്ഷിക്കണം.